ഗണേഷ് കുമാറിനെതിരായ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട പരാതിയിൽ എന്തൊക്കെ നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കാൻ വിജിലൻസിന് നിർദ്ദേശം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. ഗണേഷ് മന്ത്രിയായിരിക്കെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് വഴിവിട്ട് സഹായം നൽകിയെന്നായിരുന്നു പരാതി. ഇവരുടെ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് മിൽമ, കേരഫെഡ് എന്നിവയുടെ ടെൻഡറുകൾ നൽകിയതിൽ അഴിമതിയും അധികാര ദുർവിനിയോഗവും ഉണ്ടായെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. എറണാകുളം സ്വദേശി നൽകിയ പരാതിയിലാണ് നടപടി. ഇയാൾ നേരത്തെ വിജിലൻസ് ഡയറക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. അടുത്ത മാസം 20-നകം കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം നായർ സർവീസ് സൊസൈറ്റി മേധാവികൾക്കെതിരെ KB ഗണേഷ് കുമാർ തുറന്ന ആക്രമണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി NSS സംഘടനയെ അപമാനിച്ചുവെന്ന NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രി VD സതീശനെയും അദ്ദേഹം ന്യായീകരിച്ചു. കൊല്ലത്ത് കുന്നിക്കോട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സതീശൻ NSSനെയോ ഏതെങ്കിലും സമുദായത്തെയോ അപമാനിക്കുന്നത് താൻ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് സതീശനെ വ്യക്തിപരമായി അറിയാം. അദ്ദേഹത്തിനെതിരായ അത്തരം വിമർശനങ്ങൾ ന്യായീകരിക്കാനാവില്ല, അദ്ദേഹം പറഞ്ഞു. നായരെ നേരിട്ട് പേരെടുത്ത് പറയാതെ സ്വേച്ഛാധിപതികൾ ഒടുവിൽ വീഴുമെന്ന് കുമാർ മുന്നറിയിപ്പ് നൽകി. സ്വേച്ഛാധിപത്യ നേതാക്കൾ അതിജീവിക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. NSS ഉന്നതരെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതിന് പകരം സംഘടനകൾ കൂടുതൽ ഊഷ്മളതയോടും മര്യാദയോടും കൂടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NSS ഡയറക്ടർ ബോർഡിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ട കുമാർ കോട്ടയത്തെ പെരുന്നയിലുള്ള NSS ആസ്ഥാനത്ത് അതിന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ സമാധി മന്ദിരത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. നായർ സമുദായത്തിന് അപ്പുറം ആദരിക്കപ്പെടുന്ന ഒരു പൊതു വ്യക്തിയായിരുന്നു പത്മനാഭൻ എന്നും പറഞ്ഞ അദ്ദേഹം ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയിൽ എന്ന പോലെ നിശ്ചിത സമയങ്ങളിൽ ഭക്തർക്ക് പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കണമെന്നും പറഞ്ഞിരുന്നു. അതേസമയം മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കാരം പിൻവലിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ പരിഷ്കരിച്ച് ഗതാഗത വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ കാലതാമസം നേരിടുന്ന വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റങ്ങൾ. പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിനം നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40-ൽ നിന്നും 50-ആയി ഉയർത്തി. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിലെ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കും. പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ ലഭ്യമാക്കാനും വകുപ്പ് തീരുമാനിച്ചു. 8 ദിവസത്തിനുള്ളിൽ റീടെസ്റ്റ് സ്ലോട്ടുകളും അനുവദിക്കും. അതേസമയം ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ 3 ദിവസത്തിനുള്ളിൽ നൽകും. വാഹന ഫിറ്റ്നസ് പരിശോധനകളും ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഒരേ ദിവസം നടത്തുന്നത് തടയുന്ന നിയന്ത്രണവും നീക്കം ചെയ്തു. കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ അടുത്ത 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ ഗതാഗത കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെടുന്ന അപേക്ഷകർക്ക് 8 ദിവസത്തിനുള്ളിൽ വീണ്ടും പരീക്ഷ നടത്തണം. ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിച്ച 3 ദിവസത്തിനുള്ളിൽ ഒരു പരീക്ഷാ തീയതി നൽകണം. 3 മാസ കാലയളവിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് സിസ്റ്റത്തിൽ മറ്റൊരു പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുമെന്ന കാര്യവും വകുപ്പ് പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.